ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ നമ്മളെല്ലാം എല്ലായ്പ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷമെന്നാൽ അണുമാത്ര പോലും പിശക് പറ്റാത്തവരായി ഈ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കണം എന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. അതാണ്. വലതുപക്ഷത്തിന്റെ കാര്യത്തിൽ കുറച്ച് പ്രിവിലേജ് ഉണ്ട്. അപ്പൊ അവരങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. അതാണ്. ഇപ്പൊ വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതരെ വീട് നൽകി സഹായിക്കുമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ച് അത് മോഷ്ടിച്ചതിനെ കുറിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു വലിയ പ്രശ്നമായി നമ്മുടെ സമൂഹം കണക്കാക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കളവ് അനുവദനീയമായൊരു കാര്യമാണ്. അവരെങ്ങനെ ചെയ്താലും നമ്മുടെ സമൂഹം അവരോട് പുറത്തു കൊടുക്കും. എന്നാൽ ഒരു പൈസയുടെയെങ്കിലും ഒരു ക്രമക്കേട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ കഠിനമായി നമ്മളെ ശിക്ഷിക്കും. അതാണ് കേരള രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. നിങ്ങൾ നോക്കൂ, മൺമറഞ്ഞു പോയ കോൺഗ്രസിന്റെ കേരളത്തിലെ എക്കാലത്തെയും തലയെടുപ്പുള്ള നേതാവ് ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിന്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ ഇതിനോടകം 4 തവണ പണം പിരിച്ചു. 4 തവണ പണം പിരിച്ചു. ഒരു ചെറിയ കല്ലുപോലും അവിടെ വെച്ചിട്ടില്ല. 5-ാം തവണ പണം പിരിക്കാൻ പോവുകയാണ്. ഇപ്പോ 5-ാം തവണയും പണം പിരിക്കും. ജനങ്ങൾ പൈസ കൊടുക്കും. ഈ കൊടുക്കുന്ന ജനങ്ങൾക്കറിയാം ഈ പൈസ മോട്ടിക്കും. അത് അറിഞ്ഞോട്ട് കൊടുക്കുകയാണ്. 6-ാം തവണ ഇനിയും പിരിക്കാൻ വരും എന്നവർക്കറിയാം. പക്ഷെ അത് കോൺഗ്രസിന് അനുവദനീയമാണ്. വയനാട് മുണ്ടക്കൈയിൽ ദുരന്ത ബാധിതരെ വീട് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പണം പിരിച്ചതിനെ കുറിച്ച് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഒരു തറക്കല്ലിടൽ നാടകം നടത്തിയതിനെ കുറിച്ച് ഈ സമൂഹത്തിൽ ചർച്ച നടക്കുമ്പോ കോൺഗ്രസിന്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം ഇനി അധികം പറയാനൊന്നും പോണ്ട. എന്തുകൊണ്ടാണ്? ഇത് സമൂഹത്തിന് അറിയാം. ഞങ്ങൾ വീട് വെച്ചു കൊടുത്തില്ല എന്ന് നിങ്ങൾ പ്രസംഗിക്കുമ്പോ ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അവര് പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ ഒരു തറക്കല്ലിട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തറക്കല്ലെങ്കിലും ഞങ്ങൾ ഇടുന്നത്. അപ്പൊ അത് ഒരു പുതിയ കാര്യമാണ്. സാധാരണ ഞങ്ങൾ തറക്കല്ലേ ഇടാറില്ല. അതാണ് നമ്മുടെ സമൂഹം. പക്ഷെ ഇടതുപക്ഷത്തോ ഒരു കടുകുമണിയോളം പോലും തെറ്റ് ഇടതുപക്ഷത്തുണ്ടാവരുത് എന്ന് സമൂഹത്തിന് നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടായാൽ അത് പൊറുക്കില്ല. അത് പൊറുക്കില്ല. അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യവുമില്ല. നിരാശപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? കോൺഗ്രസ്സുകാരെ നോക്കൂ. ഈ തീവട്ടിക്കൊള്ള മുഴുവൻ നടത്തിയിട്ടും അവർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ലോകൈക കള്ളന്മാരായിട്ടും ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല. കാരണം എന്താണ്? അവരല്ല നമ്മൾ എന്നതാണ് അതിന്റെ വ്യത്യാസം. അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇടതുപക്ഷമെന്നാൽ ഒരു നേരിയ തെറ്റിന്റെ പോറൽ പോലും ഏൽക്കാതെ ഈ സമൂഹത്തിൽ നിൽക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇടതുപക്ഷത്തിൽ അവരർപ്പിച്ച വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. അതിനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത്രയേ ഉള്ളൂ. അതല്ലാതെ അവരങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് സമൂഹം ഒന്നടങ്കം നമ്മുടെ പിന്നിൽ അണിനിരക്കുക.